ആഴ്ച നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന പിശാചിൻ്റെ തല തകർക്കുന്ന അധികാരം നീ പ്രാപിക്കും. ഞാൻ രതീഷ്, നിങ്ങളായിരിക്കുന്നത് പ്രൈസർ ഫാമിലിയുടെ ഇത് നിങ്ങളുടെ വിടുതൽ നേരമെന്ന പ്രതിവാര വചന സന്ദേശത്തിനൊപ്പം കഴിഞ്ഞ ഓരോ എപ്പിസോഡുകളും എന്നെ കേൾക്കുന്ന നിങ്ങളുൾപ്പെടെ ഒത്തിരി പേരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമായി. അതേ, ആവർത്തിച്ചു പറയട്ടെ, മാറ്റം അത് യാദൃശ്ചികയാൽ സംഭവിച്ചത് അല്ല, മറിച്ച് നമ്മൾ ഒരുമിച്ചായിരിക്കുന്ന ഈ അല്പസമയം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രവൃത്തിയാണ്. മാറും. ഇന്ന് നിങ്ങൾക്ക് ചുറ്റുമുള്ളതൊക്കെ മാറും. സാഹചര്യങ്ങൾ മാറും, അവസ്ഥകൾ മാറും, അനുകൂലമായതും പ്രതികൂലമായതും മാറും. ഇന്നലകളിൽ ഉണ്ടായിരുന്നത് മാറിപ്പോകും, നാളുകളിൽ ഉണ്ടാകുവാനുള്ളതും മാറിപ്പോകും. എന്നാൽ ലോകത്തിൽ മാറ്റം വരാത്ത, മാറാത്ത, അന്നും ഇന്നും ഒരുപോലുള്ള ഒന്നേ ഒന്ന് ദൈവത്തിൻ്റെ വചനം. മാറ്റമില്ലാത്തത്. ആകാശം മാറിപ്പോയാലും ഭൂമി മാറിപ്പോയാലും മാറ്റമില്ലാത്തത് ദൈവത്തിൻ്റെ വചനത്തിന് മാത്രം. അതേ, മാറിപ്പോകുന്ന കേവല ഇക്കിളിപ്പെടുത്തുന്ന വികാര വിക്ഷോഭങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ശബ്ദത്തിനൊപ്പമല്ല നിങ്ങളായിരിക്കുന്നത്, മാറ്റമില്ലാത്ത മാറാത്ത വചനത്തിനൊപ്പം. അങ്ങനെ ദൈവത്തിൻ്റെ വചനത്തിന് മാറ്റമില്ലാത്തത് കൊണ്ട്, അത് മാറാത്തത് കൊണ്ട് എനിക്ക് എന്താണ് കാര്യമെന്ന് നിങ്ങൾ ചോദിക്കണം. ചോദിച്ചാൽ ഞാൻ ഉത്തരം പറയും. അത് മാറത്തില്ല എന്ന് വെച്ചാൽ നിങ്ങളുടെ ജീവിതത്തെ അത് മാറ്റും. ആമേൻ. നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന കാര്യത്തിൽ ദൈവത്തിൻ്റെ വചനത്തിന് മാറ്റമില്ല. ഞാൻ ഇങ്ങനെ പറയുവാൻ ആഗ്രഹിക്കുന്നു. ഇന്നായിരിക്കുന്ന അവസ്ഥ മാറും. വരുന്ന നാളുകളിൽ പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് സാക്ഷ്യം പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുവാൻ തക്കവണ്ണം കണ്ണുനീരോടെ, പ്രാർത്ഥനയോടെ, അതേ, ഈ കണ്ണുനീരിന് എന്നൊരറുതി ഉണ്ടാകും. ഈ നിരാശയും വേദനയും എന്ന് എൻ്റെ ജീവിതം വിട്ട് മാറിപ്പോകും. ഈ കെട്ടകാലത്തിന് ഒരു അറുതി ഉണ്ടാകുമോ? പ്രാർത്ഥനയുണ്ട്, ചോദ്യമുണ്ട്, പെറുപെറുപ്പുണ്ട്, പരാതി പറച്ചിലുണ്ട്, പരിഭവമുണ്ട്. അയ്യോ, എന്ത് ചെയ്യണമെന്നറിയാത്ത എങ്ങലുകളും എക്കങ്ങളുമുണ്ട്. കേൾക്ക്, മാറുവാൻ പോകുന്നു. യാദൃശ്ചിക അല്ല. അല്പസമയം നമ്മൾ ഒരുമിച്ചായിരിക്കുന്ന അതേ ഈ അല്പസമയം നീ കേൾക്കുന്ന ദൈവവചനത്തിനൊപ്പം നിന്റെ ജീവിതത്തിലൊരു മാറ്റമുണ്ട്. ആ മാറ്റത്തിലേക്ക് നിങ്ങളുടെ കരം പിടിച്ച് നടത്തുവാൻ വെറുതെ അങ്ങ് പറയുന്നതല്ല. നിങ്ങൾ മാറുമെന്ന് പറയുന്നതോ എന്നാലങ്ങ് മാറിക്കോട്ടെ എന്ന് ആഗ്രഹിക്കുന്നതോ അല്ല, മറിച്ച് മാറ്റം അത് സംഭവിക്കുവാൻ. അതേ സഹോദരി, നിന്റെ കണ്ണുനീരിന് മാറ്റമുണ്ടാകുവാൻ കഴിഞ്ഞ രാത്രിയിലും പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവിധത്തിൽ മാറ്റത്തെ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നതിനെ കുറിച്ച് എന്നോട് സംസാരിച്ചത് അതേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിങ്ങളോട് ഞാൻ സംസാരിച്ചു. നിങ്ങളത് കേട്ടു. അതെ, നിങ്ങൾക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന, നിങ്ങളുടെ നന്മകൾക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന, നിങ്ങളുടെ അനുഗ്രഹങ്ങൾക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന, നിങ്ങളുടെ സകല പ്രതീക്ഷകളുടെയും കേന്ദ്രമായിരിക്കുന്ന, നിങ്ങളുടെ തലമുറകൾക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന, നിങ്ങളുടെ സ്വപ്നങ്ങൾ ചെന്നെത്തി നിൽക്കുന്ന, അവരുടെ ഭാവിക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന, നിങ്ങളുടെ പ്രതീക്ഷകൾ പൂവണിയിക്കുവാൻ കാലം നിങ്ങളിൽ ബാക്കി വെച്ച നിങ്ങളുടെ ആരോഗ്യത്തിന് വിരോധമായി എഴുന്നേൽക്കുന്ന അതേ ആ ശത്രുവിനെ മറ്റാരെങ്കിലും തകർക്കും എന്നല്ല, അതേ ആ പന്ന പിശാച് തകരുവാനുള്ളത് നിന്റെ കാൽ കീഴിലാണ്. അതെ, നിന്നെ കാൽ കീഴിലാക്കുവാൻ തിരിച്ചറിയുന്നവർക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിന്നെ കാൽ കീഴിലാക്കുവാൻ എഴുന്നേറ്റ പന്നപ്പിശാച് നിന്റെ കാൽ ചുവട്ടിൽ തകർക്കുവാൻ പോകുക, തകരുവാൻ പോകുക. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് അതങ്ങനെ സംഭവിക്കും. വലിയ പ്രാർത്ഥനയോടെ, വലിയ വിശ്വാസത്തോടെ ആ കാലിലേക്കൊന്ന് നോക്ക്. ആ കാൽ കീഴിൽ സാത്താൻ്റെ തല തകരും. സ്തോത്രം. ചില കാലുകൾ എന്നെ കേൾക്കുന്ന ചിലരെ ഭയപ്പെടുത്തുന്നുണ്ട്. ഞാൻ ആ കാല് പിടിക്കേണ്ടി വരുമോ? കാൽച്ചുവട്ടിലായി അല്ലേ സഹോദരി? അവരുടെ കാൽച്ചുവട്ടിലാക്കി. അന്നു മുതൽ പറഞ്ഞും അയ്യോ കൊല്ലാക്കൊല ചെയ്യുക. ഇപ്പോൾ ആ കാൽച്ചുവട്ടിലാണ് കിടക്കുന്നത്. ഇനി കാല് പിടിച്ച് കരയണം, അതാ ആവശ്യം. നീ ആ കാല് പിടിക്കേണ്ട ഗതികേട് നിനക്കുണ്ടാകത്തില്ല. ഞാൻ മരിച്ചാലും ആ കാല് പിടിക്കത്തില്ല. ഞാൻ മരിച്ചാലും അവരുടെ ഇഷ്ടത്തിന് വഴങ്ങത്തില്ല. അവരുടെ ഇഷ്ടം ജീവനോടിരിക്കുന്ന എൻ്റെ ശരീരത്തിൽ നിറവേറത്തില്ല എന്ന് ഒരു വെറിയോടെ ഇരിക്കുന്ന നിന്നോട് തന്നെ വിളിച്ചു പറയട്ടെ. ആ കാല് പിടിക്കുവാനോ, അവരുടെ കാൽ ചുവട്ടിൽ നിന്റെ ശരീരം ചവിട്ടി അരയ്ക്കപ്പെടാനോ, നിന്റെ മാനാഭിമാനം
പൊടിയായി തീരുവാനോ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ആ കാൽച്ചുവടല്ല, നിന്റെ കാൽച്ചുവട്ടിൽ ചിലരെ എൻ്റെ ദൈവം തകർക്കും. ഓ താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ നിന്റെ കുടുംബജീവിതത്തിന് വിരോധമായി, നിന്റെ തൊഴിലിടത്തിൽ നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന ചില പൈശാചികമായ ബാധിപ്പിനാൽ നിറഞ്ഞ വ്യക്തികളെ ആവർത്തിച്ചു പറയട്ടെ, പിശാചിന്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കം പാർത്തിരിക്കുന്ന ചില ദുഷ്ട മനുഷ്യരെ എൻ്റെ ദൈവം നിന്റെ കാൽ കീഴിൽ തകർക്കും. ഓ താങ്ക് യു ലോർഡ്. നിന്റെ കാൽ കീഴ്, ആവർത്തിച്ചു പറയട്ടെ, നിന്റെ കാൽ കീഴ്. അതെ മാതാവേ, പിതാവേ, സ്തോത്രം. നീ ഇനി കാല് പിടിക്കുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ മക്കളെ ചൊല്ലി പലരുടെയും കാല് പിടിച്ചു, അവരുടെ പഠനം ഒന്ന് മുൻപോട്ട് കൊണ്ടുപോകുവാൻ, അവരെങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുവാൻ ഇനി കാല് പിടിക്കാൻ, അയ്യോ പറയണ്ട, കരയല്ലേ അമ്മേൻ. സ്തോത്രം. നിന്റെ കണ്ണുനീര് എൻ്റെ ദൈവം കാണുന്നുണ്ട്. അയ്യോ ഹാഗർ കരഞ്ഞ പോലെയുള്ള കരച്ചില്ല. അയ്യോ ദൈവമേ, ഈ മരണം കാണാൻ പോയി എൻ്റെ പിള്ളേർ, അവരത്രമാത്രം അതമ്പതിച്ചു പോയി. മരണം മാത്രമേ അവർക്ക് മുമ്പിലുള്ളൂ. അവർക്ക് മുമ്പേ നീ എന്നെ കൊല്ലണം, എനിക്ക് മരിച്ചാൽ മതി, എനിക്ക് സ്വയം ഒടുങ്ങാൻ പേടിയാ, നീ തന്ന പ്രാണൻ നീ ഒന്ന് എടുക്കണമേ എന്ന് കരയുന്ന മാതാവേ നിന്നോടാ. ഇനി നീ ആരുടെയും കാല് പിടിക്കുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേയില്ല. വചനം പറയുന്നു, ഹാഗറിന്റെ തലമുറ മരുഭൂമിയിൽ ഒരു വില്ലാളിയായി വളർന്നു. അതേ, നിന്റെ തലമുറ വളരും, നീ അത് കാണും. അവന്റെ വളർച്ചയ്ക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന ശത്രു, അതേ ആ പിശാചിനാൽ പിടിക്കപ്പെട്ടവർ നിന്റെ കാൽ ചുവട്ടിൽ തകർക്കപ്പെടും. ഓ താങ്ക് യു ലോർഡ്. ആമേൻ. സ്തോത്രം. സ്തോത്രം. യേശുവിൻ നാമത്തിൽ ശുശ്രൂഷക, ആമേൻ, നിന്റെ ശുശ്രൂഷകൾക്ക് വിരോധമായി നിന്നെ കർത്താവിൻ്റെ വേലയിൽ തുടരുവാൻ അനുവദിക്കത്തില്ല എന്ന് അവിടെ നിന്ന് ഓടിക്കുവാൻ ശ്രമിക്കുന്ന, പറയട്ടെ, നീ ഒരു ശുശ്രൂഷകനാണ്. നീ കർത്താവിൻ്റെ സന്നിധിയിൽ അത്രമാത്രം ദാഹത്തോടെ ആയിരിക്കുക. കർത്താവേ, എനിക്ക് നിനക്ക് വേണ്ടി പ്രയോജനപ്പെടണം, എനിക്ക് ആത്മാക്കളെ നേടണം, കരയുന്ന ഒത്തിരി പേരെ എനിക്ക് അങ്ങേക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തണം, എനിക്ക് നേടിയെടുക്കണം. നീ അങ്ങനെ ഒരു വാശിയിലിരിക്കുക. ഞാനിരിക്കുന്ന രാജ്യത്ത് ജോലിയുണ്ട്, പക്ഷേ ആ ഒരു എന്താ പറയുക, വാശിയോ, സ്തോത്രം, എനിക്ക് ആ വാക്ക് കിട്ടുന്നില്ല, സോറി, ക്ഷമിക്കണമേ. നിങ്ങൾക്ക് ആ വാക്ക് കിട്ടിയതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. നിന്നെ കർത്താവ് പ്രയോജനപ്പെടുത്തുവാൻ പോകുക. അതിന് വിരോധമായി നീ പ്രയോജനപ്പെടുമെന്ന്, നിന്റെ റൂമിലുള്ള ഒത്തിരി പേരെ നീ കർത്താവിന് വേണ്ടി നേടുമെന്ന്, നിന്റെ ജോലി സ്ഥലത്തുള്ള ഒത്തിരി പേരെ നീ കർത്താവിന് വേണ്ടി നേടുമെന്ന്, നിന്നെ അറിയുന്ന കാണുന്ന അനേകർ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് കണ്ട് ആ ദൈവത്തിങ്കലേക്ക് വരുമെന്ന് ഭയപ്പെട്ട് നിന്നെ അവിടെ നിന്ന് തുരത്തുവാൻ നോക്കുന്ന ആ പിശാച്, അതേ ആ പന്ന പിശാചിനാൽ പിടിക്കപ്പെട്ട വെളുക്കച്ചിരിച്ച്, മുഖത്തു നോക്കി വെളുക്കച്ചിരിച്ച് പുറംതിരിഞ്ഞു നിന്ന് കർക്കിച്ചു തുപ്പുന്ന ചിലരെ എൻ്റെ ദൈവം നിന്റെ കാൽ കീഴിലാക്കുകയാ. ദൂത ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. ആമേൻ. സ്തോത്രം. വിശ്വസിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ നിശ്ചയമായും അതേ നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന ശത്രു നിങ്ങളുടെ കാൽച്ചുവട്ടിൽ തന്നെ തകരും. അപ്പോൾ നിങ്ങൾക്ക് ഒരുപക്ഷെ സ്വാഭാവികമായും ഒരു ആവലുണ്ടാകാം, ദൈവദാസനെ, നിങ്ങൾ പറയുന്നു വാക്യം എവിടെ, ദൈവത്തിൻ്റെ വചനം എവിടെ? അതെ, ഇനി അധികം ദീർഘിപ്പിക്കുന്നില്ല, വചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 19-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഈ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു: പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു, ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയും ഇല്ല. സഹോദരി, ആ വീട്ടിനകത്തുള്ള ഒരുത്തിയും നിനക്ക് ദോഷം വരുത്തത്തില്ല. നിന്റെ കുടുംബത്തിലുള്ള ഒരുത്തിയും നിനക്ക് ദോഷം വരുത്തത്തില്ല. ആമേൻ. നീ ഭയപ്പെടുകയാണ്. ചിലരുടെ കണ്ണുകൾക്ക് മുമ്പിൽ നിന്റെ ജീവിതം എരിഞ്ഞടങ്ങിത്തീരുമോ? ചിലരുടെ ദുഷ്ട കണ്ണുകളാ, അളന്ന് സ്തോത്രം ജീവിക്കുവാൻ സമ്മതിക്കാതെ അകവും പുറവും. ചിലർ നോക്കുമ്പോൾ തന്നെ MRI ഒക്കെ എടുക്കുന്നത് പോലെ അങ്ങ് അകത്ത് അസ്ഥിക്കുള്ളിൽ ഇരിക്കുന്നത് വരെ പുറത്ത് കാണാൻ കഴിയും. അങ്ങറ്റം ചൂഴ്ന്നു നോക്കി തകർത്ത് കളയുന്ന ചില കണ്ണുകളുള്ള ദുഷ്ട മനുഷ്യരുടെ മുമ്പിൽ നീ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ തലമുറകൾ ഇനിയും അവരുടെ മുമ്പിൽ നശിച്ചും തകർന്നും പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേ ഇല്ല. ആ പന്ന പിശാച് ഈ ആഴ്ച നിന്റെ കാൽ കീഴിൽ അമരുവാൻ പോകുക. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ. നിന്നെ മാത്രമല്ല കേട്ടോ, കുറേ എണ്ണത്തിന്, ദേശത്തിലെ പാവപ്പെട്ട കുറേ എണ്ണത്തിന്
ആമേൻ, അളന്ന് സ്തോത്രം, കാണാൻ പാടില്ലാത്തതുമെല്ലാം കണ്ട് അവരെ നശിപ്പിച്ച ചിലതൊക്കെ നിന്റെ കാൽ കീഴിൽ അമരുവാൻ പോകുക. അപ്പോൾ അവർ പാവങ്ങളെന്ന് പറയുവാൻ കാരണം അവർ ആമേൻ ദൈവത്തിൻ്റെ വചനം പ്രൈസ് ഫാമിലിക്കൊപ്പം നിന്ന് കേട്ടില്ല. അവൻ ഈ ശുശ്രൂഷയ്ക്കൊപ്പം അവരായിരുന്നില്ല. അതുകൊണ്ട് അവർ പെട്ടുപോയി. പക്ഷെ നീ പെട്ടുപോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ കാൽച്ചുവട്ടിൽ അവരുടെ കണ്ണുനീരിനുള്ള പരിഹാരവുമുണ്ട്. താങ്ക് യു ലോർഡ്. ഒത്തിരി പേരുടെ കുടുംബത്തെ തകർത്ത് കളഞ്ഞതാ, ഒത്തിരി പേരുടെ ജീവിതത്തെ സ്തോത്രം നാമാവശേഷമാക്കി മാറ്റിയതാ പന്ന പിശാചുക്കൾ. അതേ, അവർ നിന്റെ കാൽ കീഴിൽ തകരുവാൻ പോകുക. ആ പിശാചിനാൽ പിടിക്കപ്പെട്ട ദുഷ്ടമനുഷ്യർ. അയ്യോ, നീ പലപ്പോഴും ചിന്തിക്കുന്നില്ലേ, എൻ്റെ ദൈവദാസനെ എങ്ങനെയാ ഇവർക്ക് ഇത്രയും ഈ ക്രൗര്യത, എങ്ങനെയാ ഇവർക്ക് ഇത്രയും ദുഷ്ട മനസ്സ് അല്ലേ? നമുക്കൊക്കെ ഒരു പരിധി കഴിയുമ്പോൾ ദേഷ്യമൊക്കെ വരും, എല്ലാവർക്കും അറിയാമല്ലോ, സ്വാഭാവികമാണ്. ദേഷ്യമൊക്കെ വരും, സങ്കടം, ഈ ഫീലിങ്സുകളെല്ലാം ഉണ്ടാവും. പക്ഷെ കുറച്ച് കഴിയുമ്പം അതിനെ കവർ ചെയ്യുന്ന മനസ്സലിവുണ്ടാവും. ആമേൻ. ദൈവമക്കളുടെ പ്രത്യേകത ദേഷ്യം വരും, പക്ഷേ അതിനെ കവർ ചെയ്യുന്ന മനസ്സലിവുണ്ടാവും. നമ്മുടെ യേശുവിന് പോലും ദേഷ്യം വന്നു. യേശു പത്രോസിനെ നോക്കിയിട്ട് പറയാ, സാത്താനെ ദൂരെ പോ. നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, സാത്താൻ എന്ന് പറയുമ്പോൾ ഒരു നല്ല വാക്കല്ല. ദൈവം ഏറ്റവും നല്ല വാക്കാണെങ്കിൽ ഏറ്റവും മോശം വാക്കാണ്. ആമേൻ. നമ്മൾ ഇന്ന് കേൾക്കുന്ന തെറി വാക്കുകളൊക്കെ അതിന് താഴെയാണ്. അപ്പോൾ അത്രയും മോശം വാക്ക് പറഞ്ഞാണ് പത്രോസിനെ യേശു ഓടിക്കുന്നത്. പൊയ്ക്കോണം, കണ്ണു മുമ്പ് കണ്ടുപോകരുത് മേലാൽ. കാരണം എന്താ? കർത്താവ്, നീ ഇവിടെ കൂടെ ഇരുന്നോ, നീ ഇനിയിപ്പം ക്രൂശി വെക്കാനും ഉയർക്കാനും ഒന്നും പോണ്ട, നമ്മുടെ കൂടെ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞ ആ മനോഭാവം. പലർക്കും ഇതേ മനോഭാവമുണ്ട്. കർത്താവ് ഞങ്ങളുടേതാ, ഞങ്ങൾക്ക് വേണ്ടി മാത്രം പ്രവർത്തിച്ചാൽ മതി, ഒന്ന് പോയടപ്പോൾ. സ്തോത്രം. വിഷയത്തിലേക്ക് വരാം. അങ്ങനെ ആമേൻ, നമുക്ക് ഒരു പരിധി കഴിയുമ്പോൾ മനസ്സിൽ വരും. യേശുവിൻ്റെ അടുത്ത് ഈ സാത്താൻ വന്നിട്ട് പത്രോസിനെ ചോദിക്കുക, നീ അവനെങ്കിൽ താ, ഞാൻ അവനെ ഗോതമ്പ് പാറ്റിക്കളയുന്നത് പോലെ പാറ്റിക്കളയട്ടെ. യേശു അവനെ ഓടിച്ചു. പത്രോസിനെ മാത്രമല്ല, പിശാചിനെ ഓടിച്ചു. പോരാ പിശാചെ, എൻ്റെ കൊച്ചിനെ ഞാൻ തരുമോ? ആമേൻ. സ്തോത്രം. നിന്നെ കർത്താവ് വിട്ടുകൊടുക്കത്തില്ല, നിന്റെ മക്കളെ കർത്താവ് വിട്ടുകൊടുക്കത്തില്ല. സ്തോത്രം. മാതാവേ, പിതാവേ, നിങ്ങളെ കർത്താവ് വിട്ടുകൊടുക്കത്തില്ല. ഇന്നലകളിൽ നിങ്ങൾ കർത്താവിൻ്റെ പിന്നാലെ ഇറങ്ങിത്തിരിച്ചത് വെറുതെ അല്ല. ആമേൻ. നിങ്ങൾ ലോകത്തിന് പിന്നാലെ ഇറങ്ങിത്തിരിച്ചതുപോലെ അല്ല. സ്തോത്രം. പല ഇഷ്ടങ്ങൾക്കും പല ഇസങ്ങൾക്കും ആശയങ്ങൾക്കും പിന്നാലെ ഇറങ്ങി തിരിച്ചതുപോലെയല്ല. നിങ്ങൾ യേശുവിൻ്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പന്നപ്പിശാചിനും യേശു നിങ്ങളെ വിട്ടുകൊടുക്കത്തേയില്ല, നിങ്ങളുടെ മക്കളെ വിട്ടുകൊടുക്കത്തില്ലെന്നേ. അവൻ ഗദരദേശത്തിലാണെങ്കിൽ അവിടെ എത്തുന്ന ഒരു കർത്താവുണ്ട്. ടാങ്കിലൂടെ യേശുവിൻ നാമത്തിൽ ദൂത. അവനൊരു പക്ഷേ ഗദരദേശത്തിലായിരിക്കാം. ആർക്കും കടന്നു ചെല്ലുവാൻ ഇഷ്ടമില്ലാത്ത, അല്ലെങ്കിൽ സാഹചര്യം അനുവദിക്കാത്ത, അല്ലെങ്കിൽ ആരെയും അടുപ്പിക്കാത്ത ഒരു പ്രകൃതത്തിൽ മൃഗതുല്യനായി നിന്റെ തലമുറ മധ്യത്തിനും മയക്കുമരുന്നിനും ലഹരിക്കും പിടിക്കപ്പെട്ട് സ്വഭാവ ദൂഷങ്ങളാൽ ചുറ്റി വരിയപ്പെട്ടവരായിരിക്കാം. കേൾക്ക്, ആ സ്ഥാനത്ത് ഗദരദേശത്തിന്റെ അനുഭവത്തിൽ നിന്റെ തലമുറയ്ക്ക് വേണ്ടി കടന്നുപോയി അവനെ പുറത്തു കൊണ്ടുവന്ന് അതേ നിന്റെ ഭവനത്തിലേക്ക് സുബോധത്തോടെ മടക്കി അയക്കുന്ന ഒരു കർത്താവ് ഇന്നും ജീവിക്കുന്നു. ഈ ആഴ്ച നിനക്ക് വേണ്ടി ആ പ്രവൃത്തി വെളിപ്പെടുവാൻ പോകുക. വിശ്വാസത്തോടെ ഒരു ആമേൻ പറയേ. ആമേൻ പറയുന്ന പ്രിയ മാതാപിതാക്കളുടെ ജീവിതത്തിൽ അത് സംഭവിക്കുന്ന കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വെറുതെ നോക്കിയിരിക്കരുതേ. ആമേൻ. ചിലവൊന്നുമില്ലല്ലോ. ഒരാമേൻ പറയും സഹോദരി, ഒരാമേൻ പറയും സഹോദര. ചിലതൊക്കെ മടങ്ങി വരും. സ്തോത്രം. പിശാചിനാൽ പിടിക്കപ്പെട്ട് നിന്റെ ജീവിതത്തിൽ നിന്ന് അകന്നുപോയ, അന്യം നിന്ന് പോയ ചിലതൊക്കെ മടങ്ങി വരും. ആമേൻ. ഒരു ദൂതി സമയം പറയുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിർബന്ധിക്കുന്നു. ഉദരത്തെ കെട്ടി ഒരു കെട്ട് പൊട്ടി മാറുക. സ്തോത്രം. തലമുറ ജനിക്കാതിരിക്കുവാൻ തക്കവണ്ണം ഉദരത്തിലുള്ളൊരു രോഗം. ആമേൻ. ആ രോഗം ചികിത്സിച്ച് സൗഖ്യമാക്കിയിട്ട് കുഞ്ഞുങ്ങളെക്കുറിച്ച് ചിന്തിക്കാമെന്ന് ഡോക്ടർമാർ പറഞ്ഞു. നിന്നോട് തന്നെ അത് കോൾ ചെയ്ത് അറിയിക്കണേ. നിന്റെ ജീവിതത്തിലൊരു വിടുതലുണ്ട്. ആമേൻ. കർത്താവ് അത്ഭുതം പ്രവർത്തിക്കുവാൻ പോകുക. ആ രോഗം ഇരിക്കെ നീ ഗർഭിണിയാകും. ആമേൻ. കുഞ്ഞ് ജനിക്കുമ്പോൾ ആ രോഗം അവിടെ കാണത്തില്ല. ഒരിക്കൽ കൂടി ആമേൻ. കുഞ്ഞ് ജനിക്കാതിരിക്കുവാൻ കാരണമാകും വിധം നിന്റെ ഉദരത്തിനകത്തെ ആ രോഗം, അയ്യോ ഡോക്ടർമാർ പറഞ്ഞതാ, അതുള്ളത് കൊണ്ട്, ആ മുട ഉള്ളത് കൊണ്ട്, ആ കട്ടിക്കുറവുള്ളത് കൊണ്ട്, ആ പ്രശ്നമുള്ളത് കൊണ്ട്, കേൾക്ക്, ആ പ്രശ്നമുള്ളത് കൊണ്ട് കുഞ്ഞ് ജനിക്കത്തില്ല, കുഞ്ഞുരുവാകത്തില്ല. പക്ഷെ ദൈവം പറയുന്നു ആ പ്രശ്നത്തോടെ കുഞ്ഞുരുവാകും. കുഞ്ഞുരുവായി ആ കുഞ്ഞ് നിന്റെ കരങ്ങളിൽ ലഭിക്കുമ്പോൾ ഉദരത്തിലുള്ള ആ ബന്ധനം അഴിയും. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. വെറും പെണ്ണല്ല, നീ ഒരു അമ്മയായി മാറുവാൻ പോകും യേശുവിൻ നാമത്തിൽ. മാതാവേ, പിതാവേ, നീ ഒരു മുത്തശ്ശനായി മാറുവാൻ പോകുക. സ്തുതിക്കുന്ന, സ്തോത്രം ചെയ്യുന്ന നിന്നെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. നമ്മൾ ഒരുമിച്ച് കണ്ട് കർത്താവിൻ്റെ നാമത്തെ സ്തോത്രം ഉയർത്തും. അപ്പോൾ വിഷയം ഇതാണ്. നമുക്കൊക്കെ ദേഷ്യം വന്നാലും കോപം വന്നാലും ആ കുറച്ച് കഴിയുമ്പോൾ ആ ദേഷ്യത്തെ കവർ ചെയ്യും വിധത്തിൽ നമ്മളിലൊരു കരുണ വരും.
നമ്മുടെ മക്കളോട് ദേഷ്യപ്പെട്ടു പോയാൽ ആ ദേഷ്യത്തെ മായ്ച്ചു കളയുവാൻ വേണ്ടി നമ്മൾ അവരെ അധികം സ്നേഹിക്കുന്നത് പോലെ എല്ലാവരോടും ഒരു വിശ്വാസി, പ്രത്യേകിച്ച് പ്രൈസർ ഫാമിലിക്കൊപ്പമുള്ളവർ, ആമേൻ. കാരണം ഞങ്ങൾക്കറിയാം, ഞങ്ങളുടെ പഠിപ്പീരിതാണ്, നിങ്ങൾക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, അവൻ, അവൾ, അവർ എന്നൊക്കെ പറയുമ്പോൾ ഒരു ആത്മമനുഷ്യനായി നിങ്ങൾ എനിക്കൊപ്പം വരണം. ആമേൻ. അത് ആമേൻ മറിയാക്കുട്ടിയോടും തങ്കപ്പനോടും ഇങ്ങനെ ഇപ്പം പേര് പറയാൻ തന്നെ പേടിയാണ്, അതൊക്കെ പ്രശ്നമാവുന്ന കാലമാണ്. ആമേൻ. അവരോടല്ല, അവർക്ക് പിന്നിൽ വ്യാപരിക്കുന്ന പൈശാചിക മണ്ഡലത്തോട്. ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയട്ടെ, തങ്കച്ചനും സോമാച്ചനും ചാക്കോച്ചനും എതിരെ അല്ല, മറിയാമ്മയ്ക്കും ശോശാമ്മയ്ക്കും സാറാമ്മയ്ക്കും എതിരെ അല്ല. ഓ സ്തോത്രം. അവരൊക്കെ പാവം, നമ്മളെ പോലെ തന്നെ. അകത്തോട്ട് വലിക്കുന്ന ശ്വാസം പുറത്തോട്ട് പോയില്ലെങ്കിൽ ഡിം തീർന്നു. ഇനി പുറത്തു പോയത് വലിച്ചു കയറ്റാൻ പറ്റിയില്ലെങ്കിൽ ഡിം തീർന്നു. ഇത്രയേ ഉള്ളൂ. വലിയ ആവേശവും ബഹളവും ഒന്നും വേണ്ട. അമേൻ. അല്പം ഒന്ന് സമാധാനപ്പെടും. ഓ താങ്ക് യു ലോർഡ്. അവർ കൊച്ചു പിള്ളേരല്ലേന്നേ. അമേൻ. പ്രിയ മാതാവേ, നിനക്കൊത്തിരി എക്സ്പീരിയൻസ് ഉള്ളതല്ലേ, നീ ദൈവത്തെ ഒരുപാട് അറിഞ്ഞതല്ലേ, നീ ദൈവസ്നേഹം ഒരുപാട് അനുഭവിച്ചതല്ലേ. അവരെ ഒന്ന് സ്നേഹിച്ച് ചേർത്ത് പിടിക്കുക. നിന്നെക്കാളും അധികം നീ ആഗ്രഹിക്കുന്നത് പോലെ വരുവാൻ പോകുക. എനിക്കറിയത്തില്ല, ചില കുടുംബങ്ങൾക്കകത്ത് ഒരു ഈഗോ ഈ കാലഘട്ടത്തിൽ പിശാച് കൊണ്ടിടുകയാണ്. അപ്പോൾ ഞാനാണ് ശരി, അമ്മ പറയും ഞാനാണ് ശരി, മക്കൾ പറയും ഞാനാണ് ശരി, അമ്മ ഞങ്ങളാണ് ശരി, അപ്പൻ പറയും ഞാൻ മാത്രമാണ് ശരി. കുറച്ചുകൂടെ പോയാൽ മരുമകൾ പറയും ഓ എനിക്കല്ലേ അറിയത്തുള്ളൂ, നിങ്ങൾക്ക് എന്തറിയാം നിങ്ങളുടെ മകനെക്കുറിച്ച്, എനിക്കിപ്പോൾ എല്ലാം അറിയാം, ഞാനാണ് ശരി. അമ്മ പറയും നിനക്കെന്താണ് അറിയാമടി, നീ ഇന്നലെ കയറി വന്നവൾ, നിനക്ക് വല്ലതും അറിയാവോ, എനിക്കല്ലേ അറിയാവുള്ളൂ. ഓ ആമേൻ. ആഹാരം കൊടുക്കുന്നതിൽ തുടങ്ങി, ഡ്രസ്സ് സെലക്ട് ചെയ്യുന്നതിൽ തുടങ്ങി, അഭിപ്രായം പറയുന്നതിൽ തുടങ്ങി, ഈഗോ ഒന്ന് വിട്ടുകൊടുക്കുക. അമേൻ. കുടുംബമായി എന്നെ കേൾക്കുന്ന ചിലരുണ്ട്. അമേൻ. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നുണ്ട് ഈ ശബ്ദ കുടുംബമായി ചിലർ കേൾക്കണമെന്ന്. ഒന്ന് വിട്ടുകൊടുത്ത് ഒന്നുകൂടെ ഒന്ന് ചേർന്നിരിക്കുക. അമേൻ. സ്തോത്രം. അധികാരം ഉണ്ട്. അമേൻ. ഓ സ്തോത്രം. നിങ്ങളൊന്ന് ചേർന്നിരുന്നാൽ നിങ്ങൾ പ്രാപിക്കേണ്ട ഒത്തിരി ഉണ്ട്. സ്തോത്രം. അമേൻ. നിങ്ങൾക്ക് മുമ്പിൽ നിങ്ങൾ പ്രാപിച്ചെടുക്കേണ്ട ഒത്തിരി ഉണ്ട്. പ്രിയ മാതാവേ, നിന്റെ തലമുറയിലൂടെ നീ പ്രാപിക്കേണ്ട ഒത്തിരി ഉണ്ട്. സഹോദരി, നിന്റെ കുടുംബജീവിതത്തിലൂടെ നീ പ്രാപിക്കേണ്ട ഒത്തിരി ഉണ്ട്. നിന്റെ മക്കളിലൂടെ നീ പ്രാപിക്കേണ്ട ഒത്തിരി ഉണ്ട്. അതിന് വിരോധമായി എഴുന്നു നിൽക്കുന്ന സാത്താനെ, പന്നപിശാചിനെ നിന്റെ കാൽ കീഴിൽ എൻ്റെ ദൈവം തകർത്ത് കളയും. നീ ഒന്ന് ചേർന്ന് നിൽക്ക്. ആ കലഹമുണ്ടാക്കും, ആ അവസ്ഥകളെ ഒന്ന് മാറ്റി നാവടക്കി പ്രാർത്ഥിക്കുവാൻ തുടങ്ങും. ഓ താങ്ക് യു ലോർഡ്, യേശുവിൻ നാമത്തിൽ. അപ്പം നോക്കിയേ, അവിടെ എന്താ? അമേൻ. കീഴ്പ്പെടും, സകലരും കീഴ്പ്പെടുമെന്ന് മാത്രമല്ല 19 പറഞ്ഞു തുടങ്ങുന്നത് ഇങ്ങനെയാണ്: പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും, അതായത് പിശാചിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ. ഓടുവാനല്ല. ഇന്നലെ വരെ എങ്ങനെയാ? ഓട്ടമാ. അയ്യോ, ചിലരൊക്കെ ഓടിക്കൊണ്ടിരിക്കുക. അവിടെ നില്ല്. അമേൻ. ആ ജോലി സ്ഥലത്ത് തന്നെ നില്ല്. അവിടെ തന്നെ, ആ ക്യാമ്പസിൽ തന്നെ, ആ ഹോസ്റ്റലിൽ തന്നെ, ആ വീട്ടിൽ തന്നെ, ആ ദേശത്ത് തന്നെ. ശുശ്രൂഷക കേൾക്ക്, ആ ദേശത്തിൽ തന്നെ നിൽക്ക്. അവിടെ നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന പാമ്പുകളെയും തേളുകളെയും. ഓ, പാമ്പിൻ്റെ പ്രത്യേകത എന്താ? വിഷം ചിന്തും. അയ്യോ, ഇതാ പ്രശ്നം. വിഷം ചിന്തുന്ന പാമ്പുകൾ, കയ്പിൻ്റെ വേരുമുളപ്പിക്കുന്ന, പരസ്പരം കലക്കങ്ങളും ഉണ്ടാക്കി ഒറ്റയ്ക്കാക്കുന്ന സർപ്പശക്തികളെ തകർക്കുവാനുള്ള അധികാരം. അമ്മേൻ. നിന്റെ കാൽച്ചുവട്ടിൽ, വാത്സല്യ മാതാവേ, സഹോദര, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഈ ദൂത് ഞാൻ കൈമാറട്ടെ. നിന്റെ കാൽച്ചുവട്ടിൽ എൻ്റെ ദൈവം ആ പാമ്പിൻ്റെ ശക്തിയെ തകർത്ത് കളയും. സ്തോത്രം. അമേൻ. എന്നെ ശുശ്രൂഷയിലായിരിക്കും ഏറെ സന്തോഷിപ്പിച്ചൊരു വാക്യമാണ്: സമാധാന ദൂതൻ്റെ കാൽ പർവ്വതങ്ങളുടെ മുകളിൽ. അതിനൊരു ഐശ്വര്യമുണ്ട്. ദൈവത്തിൻ്റെ വചനം നാവിന്മേലെടുക്കുന്ന, വായിക്കുന്ന, ധ്യാനിക്കുന്ന, വചനപ്രകാരം ജീവിക്കുന്ന പ്രൈസർ ഫാമിലിക്കൊപ്പമായിരിക്കുന്ന നിന്റെ കാൽ പർവ്വതത്തിന് മുകളിൽ. ഓ, ചിലതിന് മുകളിൽ നിൽക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. താഴെയുള്ള ചിലതിനെ ചവിട്ടി തകർത്തിട്ട്. ആമേൻ. യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിന്നെ മുകളിലേക്ക് വിടത്തില്ല എന്ന്, നിന്നെ ഉയരുവാൻ അനുവദിക്കത്തില്ല എന്ന് തല ഉയർത്തുന്ന ചിലതിനെ ചവിട്ടി തകർക്കുവാനുള്ള ഒരു അധികാരം. ഓ ആമേൻ. നിനക്കറിയാം അവർക്ക് കഴിവുണ്ട്, അവർക്ക് ബുദ്ധിയുണ്ട്, പക്ഷേ അവരെ ഉയരുവാൻ സമ്മതിക്കുന്നില്ല.
അവരിങ്ങനെ ചുറ്റി വരിഞ്ഞിരിക്കുക. ചിലതിനകത്ത് അവരെ കെട്ടിയിട്ടിരിക്കുന്നത് പോലെ. ചില കൂട്ടുകെട്ടുകളിൽ നീ എത്ര പറഞ്ഞു കൊടുത്തിട്ടും അവർക്ക് മനസ്സിലാവുന്നില്ല, അത് ദുഷിച്ച കൂട്ടുകെട്ടാണ്. എന്നാൽ നീ പലപ്പോഴും ചിന്തിച്ചിട്ടില്ല, ഇവർക്ക് ബുദ്ധിയില്ലേ? ബുദ്ധിയുണ്ട്, നിന്നെക്കാളും ബുദ്ധി അവനുണ്ട്, അവൾക്കുണ്ട്. എന്നിട്ടും അവരുടെ കാൽ കീഴിൽ തന്നെ, ആ കൂട്ടുകെട്ടിൽ തന്നെ, എന്നിട്ടും ആ ശീലത്തിന് തന്നെ നിന്നെക്കാൾ മദ്യത്തിൻ്റെ ദോഷം എന്താണെന്ന് അവർ പറഞ്ഞു തരും. മയക്കുമരുന്ന് എങ്ങനെയൊക്കെ ഒരു മനുഷ്യനെ നശിപ്പിക്കുമെന്ന് അവർ പറഞ്ഞു തരും. എന്നിട്ടും അവരത് ഉപയോഗിക്കുന്നു. സർപ്പം അവരെ ചുറ്റി വരിഞ്ഞ്, സർപ്പം തൻ്റെ ഇരയെ ചുറ്റി വരിഞ്ഞ് അസ്ഥികളെ ഒടിച്ച് കൊന്നു ഭക്ഷിക്കുന്നത് പോലെ പിശാചെന്ന സർപ്പം ഇരയായി കണ്ട നിന്റെ തലമുറകളെ ചുറ്റി വരിഞ്ഞ് യേശുവിൻ നാമത്തിൽ ആമേൻ. ചില രാത്രികളിൽ അറിയാതെ നിലവിളിച്ചു പോകുന്നുണ്ട്, ശരീരം ഉടഞ്ഞ് നുറുങ്ങുന്നത് പോലെയുള്ള വേദനയാൽ. സ്തോത്രം. ആ സർപ്പശക്തിയെ കർത്താവ് തകർക്കുക. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക് ആ ബന്ധനം വഴിയുക. നിന്റെ കാഴ്ചവട്ടിൽ ആ പിശാചിൻ്റെ പ്രവർത്തികൾ തകർക്കപ്പെടുക. തലമുറകൾക്ക് വിരോധമായി, നിന്റെ കുടുംബത്തിന് വിരോധമായി അവർ ഉയരരുത്, പ്രാപിക്കരുത്. ആമേൻ. നോക്കിയേ, ഇവിടെ ബൈബിൾ വ്യക്തമായി പറയുന്നു, നീ പ്രാപിക്കേണ്ടത് പ്രാപിക്കാതിരിക്കുവാൻ തക്കവണ്ണം. ആ അധ്യായത്തിലേക്ക്, 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അത് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കുവാനായിട്ട് കഴിയും. എന്താണ് വ്യക്തത? കർത്താവായ യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ അയക്കുന്നതാണ് പ്രസ്തുത ഭാഗം. അപ്പോൾ ചിലർ പറയും, അയ്യോ ദൈവദാസനെ, ഞങ്ങൾ ചിന്തിച്ചതേ ഉള്ളൂ, ഇത് ഞങ്ങളുമായി ബന്ധപ്പെട്ട കാര്യമല്ലല്ലോ. ആണല്ലോ, ആമേൻ, നിങ്ങളുമായി ബന്ധപ്പെട്ട കാര്യമാണല്ലോ. ശിഷ്യന്മാർ അവർ കർത്താവിൻ്റെ പിന്നാലെ സകലതും വിട്ട് ഇറങ്ങിത്തിരിച്ചവരാണ്. എന്നാൽ നിങ്ങൾ, ആമേൻ, ശിഷ്യന്മാർ മാത്രമല്ല, ഭാര്യയെ തന്ന് മക്കളെ തന്ന് ഈ ഭൂമിയിൽ ജീവിച്ച് അരിമത്യയിലെ ശ്രേഷ്ഠമന്ത്രിയായ യോസേഫിനെ പോലെ കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ വിളിക്കപ്പെട്ടവരാണ്. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾ തെറ്റിപ്പോവരുത്, തെറ്റിദ്ധരിക്കപ്പെടരുത്. നിങ്ങൾ ആമേൻ യേശുവിൻ്റെ പിന്നാലെ സകലതും ഉപേക്ഷിച്ച്, വള്ളവും വലയും ഉപേക്ഷിച്ച് പിന്നാലെ പോകുവാൻ വിളിക്കപ്പെട്ടവരല്ല, മറിച്ചോ ഭാര്യ, ഭർത്താവ്, മക്കൾ, മറ്റ് ഇതര ഭൗതിക അനുഗ്രഹങ്ങൾ തന്ന് യോസേഫ് എന്ന അരിമത്യയിലെ ശ്രേഷ്ഠമന്ത്രിയായ, മറന്നുപോയോ? അരിമത്യയിലെ ശ്രേഷ്ഠമന്ത്രിയാണ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരത്തിന് വേണ്ടി ആമേൻ ഭരണകൂടത്തോട് ചോദിച്ചതും ആ ശരീരം ക്രൂശിൽ നിന്ന് ഇറക്കി ആരും ഒരിക്കലും അതുവരെ ഉപയോഗിച്ചിട്ടില്ലാത്ത പുതിയ കല്ലറയിൽ വയ്ക്കുവാനുള്ള ക്രമീകരണങ്ങളും ചെയ്തത്. ആമേൻ. കർത്താവിൻ്റെ നാമം ഇന്ന് പറയും വിധത്തിൽ ഉയർത്തപ്പെടുവാൻ അരിമത്യയിൽ ഒരു യോസേഫ് കാരണക്കാരനായി തീർന്നു. നിങ്ങൾ അവിധത്തിൽ യോസേഫുമാരാണ്. നിങ്ങളെത്തേണ്ട ചില സ്ഥാനങ്ങളിൽ നിങ്ങളെത്തണം. ആമേൻ. അതിന് ദൈവത്തിൻ്റെ വചനം ഇവിധത്തിൽ പറയുന്നു. 2 കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. 1, ശിഷ്യനുണ്ട്. 2, വിളിക്കപ്പെട്ട, അനുഗ്രഹം പ്രാപിക്കുവാൻ വിളിക്കപ്പെട്ട അരിമത്യയിലെ യോസേഫുമാരെ പോലെയുള്ള ശിഷ്യന്മാരുണ്ട്. 10-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൻ്റെ അവസാന ഭാഗത്തിൽ കാണുവാൻ കഴിയും, കൊയ്ത്ത് വളരെ അധികം ഉണ്ട്. കൊയ്ത്ത് വളരെ ഉണ്ട്. ശിഷ്യന്മാരെ സംബന്ധിച്ച് ആത്മാക്കളുടെ കൊയ്ത്ത് അധികമുണ്ട്. യോസേഫുമാരെ സംബന്ധിച്ച് ഭൗതികതയിൽ അവർ വർദ്ധിച്ചു വരണം. കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുന്നതിന് വേണ്ടി, ദേശത്തിൽ കർത്താവിൻ്റെ നാമം അവരിലൂടെ ഉയരേണ്ടതിന് വേണ്ടി കൊയ്ത്ത് അധികമുണ്ട്. തലമുറകൾ അനുഗ്രഹിക്കപ്പെടേണ്ടതിന് വേണ്ടിയുള്ള കൊയ്ത്തുണ്ട്. കുടുംബം രക്ഷപ്പെടേണ്ടതിന് വേണ്ടിയുള്ള കൊയ്ത്തുണ്ട്. പലരുടെയും മുമ്പിൽ തലകുനിച്ച് കരഞ്ഞ് നിലവിളിച്ച് അയ്യയ്യോ ആ നിൽപ്പ് നിൽക്കാതിരിക്കേണ്ടതിന് വേണ്ടിയുള്ള കൊയ്ത്തുണ്ട്. നിന്റെ കാത്തിരിപ്പുകൾ കരുതി വരുത്തുന്ന കൊയ്ത്തനുഭവം മുൻപിലുണ്ട്. അതിന് തടസ്സമായി കൊയ്യുവാൻ നീ ഇറങ്ങുമ്പോൾ നിന്റെ കാലുകളിൽ ചുറ്റിപ്പിണഞ്ഞ് നിന്നെ വിതയ്ക്കുന്നിടത്ത് തന്നെ തകർത്ത് കളയുവാൻ എഴുന്നേൽക്കുന്ന സർപ്പത്തിന്റെ തല നിന്റെ കാലിന് മുമ്പിൽ തകരും. യേശുവിൻ നാമത്തിൽ ആ അധികാരത്തെ, ആ സർപ്പത്തെ തകർക്കുവാനുള്ള അധികാരത്തെ എൻ്റെ ദൈവം നിന്റെ കാലുകൾക്ക് നൽകി. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മനസ്സിലായല്ലോ, കൊയ്ത്തുണ്ട്. ആമേൻ. ഇന്നായിരിക്കുന്ന അവസ്ഥയ്ക്ക് ഒരു മാറ്റമുണ്ട്. ഈ അവസ്ഥയിൽ തന്നെ നീ ജീവകാലം മുഴുവനും തുടരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. നീ ദൈവത്തിൻ്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചത്, ആമേൻ, നീ ഇന്ന് ഈ സമയം ദൈവത്തിൻ്റെ ശബ്ദം കേട്ടുകൊണ്ടായിരിക്കുന്നത്, ആമേൻ, ആയിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് നിനക്കൊരു ഉയർച്ചയുണ്ട്. നിൻ്റെ കുടുംബത്തിനൊരു ഉയർച്ചയുണ്ട്. ആവർത്തിച്ച് ദൂത് നിനക്ക് കൈമാറട്ടെ. മാതാവേ, പിതാവേ, ഒരു അഡ്രസ്സ് നേരാവണ്ണം ഇല്ലാത്തവളാണ്, ഇല്ലാത്തവനാണ് നീ. സംശയമുണ്ടോ? എത്ര പേരോട് ചോദിച്ചിട്ടാണ് നിൻ്റെ വീട് കണ്ടുപിടിക്കാൻ പറ്റുന്നേ? ആമേൻ. ദേശത്തിൽ എത്ര പേർക്ക് നിന്നെ അറിയാം? ആമേൻ. നിൻ്റെ മക്കൾ മുഖാന്തരം ദൂത ഏറ്റെടുത്ത് പ്രാർത്ഥിക്കേ. ദേശം അവരുടെ പേരിൽ അറിയപ്പെടുവാൻ പോകുക. ആമേൻ. നിൻ്റെ മക്കളുടെ പേരിൽ ദേശം അറിയപ്പെടുവാൻ പോകുക. നിൻ്റെ മക്കളുടെ പേരിൽ ചില സ്ഥാപനങ്ങൾ, നീ മുഖാന്തരം ചില സ്ഥാപനങ്ങൾ അറിയപ്പെടുവാൻ പോകുക.
എൻ്റെ പൊന്നു സഹോദരി, ആ വീട് തന്നെ നീ ഇന്ന് നരക വേദന അനുഭവിക്കുന്ന, മരണത്തിനായി നിലവിളിക്കുന്ന ആ ഭവനം നീ മുഖാന്തരം അറിയപ്പെടുവാൻ പോകുക. ആമേൻ. സ്തോത്രം. അധികാരം, സ്തോത്രം, വളരെയുണ്ട്. കൊയ്ത്ത് വളരെയുണ്ട്. നീ പ്രാപിക്കേണ്ടത് ഒത്തിരിയുണ്ട്. നീ കേട്ടത്, കർത്താവ് നിന്റെ ജീവിതത്തിൽ ചെയ്യാമെന്ന് പറഞ്ഞത് നീ പ്രാപിക്കേണ്ടത് ഒത്തിരിയാണ്. അത് ആമേൻ ഈ ദിവസങ്ങളിൽ പ്രാപിക്കും. തടസ്സമായി നിൽക്കുന്ന സർപ്പത്തിൻ്റെ തലയെ നീ തകർക്കും. അയ്യോ, എങ്ങനെ ദൈവദാസനെ? അതെ, പ്രാർത്ഥനയിലൂടെ, ഉപവാസത്തിലൂടെ. അതിനാണ് പ്രൈസർ ഫാമിലി നിങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാൻ, ഉപവസിക്കുവാൻ തയ്യാറാണോ? അയ്യോ ദൈവദാസനെ, ഞങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് ഞങ്ങൾക്ക് അതിനുള്ള അവസരമില്ലല്ലോ. ഉണ്ടെന്നേ. ആമേൻ. മാർഗമുണ്ട്. ഇതൊരു നിയോഗമാണ്. ആമേൻ. നിങ്ങൾ ഏതവസ്ഥയിൽ, ഏത് സാഹചര്യത്തിലായിരുന്നാലും പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിക്കുവാൻ നിങ്ങൾക്ക് അവസരമുണ്ട്. കോൺടാക്ട് ചെയ്തോ. കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയുവാനായി കഴിയും. ഉപവസിക്കുവാൻ മാത്രമല്ല, ഉപവസിച്ച് സാത്താൻ്റെ തലയെ തകർക്കുവാനും, പ്രാപിക്കേണ്ടത് പ്രാപിക്കുവാനും, അതേ കൊയ്ത് എടുക്കുവാനും, ആത്മീയമായും ഭൗതികമായും. അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു. അനുഗ്രഹമായെങ്കിലും ചെയ്യും. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഈ പ്രോഗ്രാമിലേക്ക് കൂട്ടിവരുത്തുക. ഈ മെസ്സേജ് സ്പോൺസർ ചെയ്തുകൊണ്ട് സ്ക്രീനിൽ കാണുന്ന പ്രൈസർ ഫാമിലിയുടെ നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്ത് സ്പോൺസർ ചെയ്തുകൊണ്ട് അനേകർക്ക് അനുഗ്രഹമാംവിധം ഈ മെസ്സേജ് അനേകരിലേക്ക് എത്തിക്കുവാൻ നിങ്ങൾക്കും അവസരമുണ്ട്. എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 11:30 മണി മുതൽ പ്രൈസർ ഫാമിലിയുടെ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട്. പ്രൈസ് ചർച്ച് ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ. കടന്നു വരുന്നവർക്ക് കടന്നു വരാം. വെള്ളയാണി, തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിന് സമീപം കാക്കാമുല എന്ന് പറയുന്ന സ്ഥലത്ത് ചാമവിളയിൽ പ്രൈസർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെൻറ്ററിൽ. ദൂരെയായിരിക്കുന്നവർ ലൈവിൽ ജോയിൻ ചെയ്യുക. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞങ്ങൾ ലൈവായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതൽ പ്രൈസർ ഫാമിലിയുടെ വിശുദ്ധ സഭാരാധന ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട്. കടന്നു വരുവാൻ കഴിയുന്നവർ കടന്നു വരിക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഏറ്റവും ശ്രേഷ്ഠമേറിയതൊന്ന് ദൈവനാമത്തിൽ നമുക്ക് പ്രാപിച്ചെടുക്കാം. 12 മണി മുതൽ കുഞ്ഞുങ്ങളുടെ സഭാരാധനയുണ്ട്. വൈകുന്നേരം 3 മണി മുതൽ നെയ്യാറ്റിങ്കര, തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിങ്കര, അമരവിള, താന്നിമൂട് MS പ്ലാസയുടെ താഴെ പഴയ സുമംഗലി ഓഡിറ്റോറിയത്തിന് മുൻപിൽ നമ്മുടെ മീറ്റിംഗ് ഉണ്ട്. ആ സ്ഥലത്ത് താമസിക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ അവരെ അറിയിക്കുക. നിങ്ങൾ കടന്നു വരിക. നമുക്കൊരുമിച്ച് പട്ടണ മധ്യത്തിൽ ഏറ്റവും ശ്രേഷ്ഠമേറിയതൊന്ന് പ്രാപിച്ചെടുക്കാം. കണ്ണടച്ചോ. വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവരെ തകർത്ത് കളയുവാൻ, ഇവരുടെ ആരോഗ്യത്തെ നഷ്ടപ്പെടുത്തുവാൻ, ഇവർ പ്രാപിച്ചെടുക്കേണ്ടത് പ്രാപിച്ചെടുക്കുവാൻ അനുവദിക്കത്തില്ല എന്ന് വാദിച്ചു വെല്ലുവിളിക്കുന്ന, ഉയർച്ചകൾക്കും അനുഗ്രഹങ്ങൾക്കും വിരോധമായി വെല്ലുവിളിക്കുന്ന സകല സർപ്പശക്തികളെയും തകർക്കുവാനുള്ള അധികാരത്തെ ഇന്നിവർക്ക് നൽകിയ കൃപയ്ക്കായി സ്തുതിക്കുന്നു. അധികാരത്തിൽ ജ്വലിക്കുവാൻ തക്കവണ്ണം പ്രാർത്ഥിക്കുവാനും പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിക്കുവാനും സ്വർഗം ഇവർക്ക് കൃപ നൽകിയാട്ടെ. ഇവരിലെ രോഗികളെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശുവേ, ഇപ്പോൾ അങ്ങ് സൗഖ്യമാക്കണമേ. എല്ലാ രോഗബന്ധനങ്ങളും രോഗാത്മാക്കളും ഇവരുടെ മേൽ നിന്ന് വിട്ടുമാറട്ടെ. ഉദരസംബന്ധമായ രോഗങ്ങൾ മാറിപ്പോകട്ടെ. അസ്ഥികളെ കാർന്നു തിന്നുന്ന ചില രോഗത്തിൻ്റെ അനുഭവങ്ങൾ മാറിപ്പോകട്ടെ. മാംസത്തെ വ്രണമാക്കി മാറ്റുന്ന ഇൻറ്റേണൽ ബ്ലീഡിങ്ങുകൾ ഉണ്ടാക്കുന്ന എല്ലാ രോഗങ്ങളും മാറിപ്പോകട്ടെ. കുടലിനകത്തെ രോഗങ്ങൾ മാറിപ്പോകട്ടെ. പേശികളെ വീക്കാക്കുന്ന രോഗങ്ങൾ മാറിപ്പോകട്ടെ. മൈഗ്രെയിൻസ് മാറിപ്പോകട്ടെ. യേശുവിൻ നാമത്തിൽ ഡിപ്രഷനും ഉറക്കമില്ലായ്മയും മാറിപ്പോകട്ടെ. യേശുവേ, ജോലിയില്ലാതെ ഭാരപ്പെടുന്നവരെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ജോലികൾ നൽകണമേ. സ്വദേശത്തും വിദേശത്തും ജോലികൾക്കായുള്ള കാത്തിരിപ്പുകൾക്ക് അറുതി ഉണ്ടാകട്ടെ. ജോലിയുണ്ട്, എന്നാൽ ജോലി സ്ഥലത്ത് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. ദുഷ്ടമനുഷ്യരാൽ ഉപദ്രവിക്കപ്പെടുന്നവർ വിടുവിക്കപ്പെടട്ടെ. ജോലി സംബന്ധമായ എല്ലാ പ്രശ്നങ്ങളും മാറിപ്പോകട്ടെ. പ്രൊമോഷനുകൾ ഉണ്ടാകട്ടെ. വർധനവുണ്ടാകട്ടെ. സാലറി വർധനവുകൾ ഉണ്ടാകട്ടെ. വിദേശ രാജ്യങ്ങളിലേക്ക് ഇവർക്ക് വാതിലുകൾ തുറക്കപ്പെടട്ടെ. വിസ സ്റ്റാമ്പ് ചെയ്ത് കിട്ടട്ടെ. വിസിറ്റിംഗ് വിസ മാറി വർക്ക് വിസകൾ ലഭിക്കട്ടെ. വർക്ക് പെർമിറ്റുകൾ ലഭിക്കട്ടെ. PR ലഭിക്കട്ടെ. സ്തോത്രം. യൂറോപ്യൻ കൺട്രീസിലേക്ക് കടന്നു പോകുവാൻ ആഗ്രഹിച്ചായിരിക്കുന്നവർ വഴികൾ തുറക്കപ്പെടട്ടെ. IELTS, OET, MOH മത്സര പരീക്ഷകൾ എഴുതുന്നവർ നല്ല റിസൾട്ടുകൾ നൽകി മാനിച്ചാട്ടെ. ഇൻ്റർവ്യൂകൾ കഴിഞ്ഞുള്ള കാത്തിരിപ്പുകൾക്ക് അറുതി വരട്ടെ. വിസകൾക്ക് വേണ്ട നന്മകൾ ഒരുങ്ങപ്പെടട്ടെ. സ്വദേശത്തും വിദേശത്തും ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. കടഭാരങ്ങൾ മാറട്ടെ. പലിശക്കടങ്ങൾ മാറിപ്പോകട്ടെ. ജപ്തി നടപടികളെ യേശുവിൻ നാമത്തിൽ ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. സഹോദരി, ആ വീട് നഷ്ടമായി പോകുവാൻ കർത്താവ് അനുവദിക്കത്തില്ല. പ്രാർത്ഥിക്കൂ. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ എല്ലാ ബന്ധനങ്ങളും അഴിഞ്ഞു മാറട്ടെ. പൈശാചികമായ എല്ലാ ബാധിപ്പുകളും വിട്ടുപോകട്ടെ. സ്വസ്ഥതയില്ലാതെ സമാധാനമില്ലാതെ അലയുന്ന അനുഭവങ്ങൾ മാറട്ടെ. കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. മദ്യപാന വ്യഭിചാര വെറിക്കൂത്തുകൾ മാറിപ്പോകട്ടെ. തലമുറകൾ അവരുടെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടട്ടെ. നല്ല റിസൾട്ടുകൾ ഉണ്ടാകട്ടെ. മക്കളെ പഠിപ്പിക്കുവാനുള്ള നന്മകൾ അവരുടെ കരങ്ങളിൽ അങ്ങ് നൽകിയാട്ടെ.
അനുസരണമില്ലാത്ത മക്കളായി മാറിയ മക്കൾ, സ്തോത്രം, മാതാപിതാക്കൾ അനുസരിക്കട്ടെ, ദൈവഭയത്തിൽ അവർ വളരട്ടെ, ഭവനങ്ങൾ വാങ്ങട്ടെ, വസ്തുക്കൾ വാങ്ങട്ടെ, വാഹനങ്ങൾ വാങ്ങട്ടെ, ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ, സ്വദേശത്തും വിദേശത്തും ചെയ്യുന്ന ബിസിനസ്സുകൾ അനുഗ്രഹിക്കപ്പെടട്ടെ, വ്യാപ്തിയും വർധനവും വിശാലതയും ഉണ്ടാകട്ടെ, സമൃദ്ധി ഉണ്ടാകട്ടെ, എല്ലാ ഞെരുക്കങ്ങളും മാറട്ടെ, എല്ലാ പൈശാചികമായ ബാധിപ്പുകളും മാറിപ്പോകട്ടെ. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹമാക്കി പരിപാലിക്കും, യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. പ്രീഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രീഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രീഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.